നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11, 2026 ബുധൻ. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ നിഫ്റ്റിയുടെ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതിനെ തുടർന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബയേഴ്സ് ആയിട്ട് തുടർന്നതിന്റെ ഫലമായിട്ടും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് ഇന്നലെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല, ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും 69.45 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് തുടരുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 1174.21 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുക തന്നെയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിലവിൽ നിഫ്റ്റിക്ക് അതിന്റെ വലിയൊരു റെസിസ്റ്റൻസ് ലെവലായ 25,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നില വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് 26,200 തുടർന്ന് നിലവിലെ റെക്കോർഡ് ഹൈയിലേക്കുള്ള പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് 25,790 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് കീ സപ്പോർട്ട് ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, LG ഇലക്ട്രോണിക്സ് ഇന്ത്യ, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, അശോക് ലൈലാൻഡ്, അമര രാജ എനർജി ആൻഡ് മൊബിലിറ്റി, ആസ്ട്രാസെനക തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിന് ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി US നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഡിസംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയിൽ ഉപഭോക്താക്കൾ പിൻവലിച്ചതിനെ തുടർന്ന് ഫ്ലാറ്റ് ആയിട്ടാണ് റീറ്റെയിൽ സെയിൽസ് ഡാറ്റ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7 മണിക്ക് ചൈനയിൽ നിന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7 മണിയോടുകൂടി US നിന്നും ജനുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും നോൺ ഫാം പേറോൾസിന്റെയും ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADRന് മാത്രം ഇന്നലെ 1% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അതിൽ HDFC ബാങ്കിന് 0.5%, ICICI ബാങ്കിന് 1.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 2.5% നേട്ടം കൈവരിക്കുവാനായി. അതേസമയം IT സ്റ്റോക്കുകളായ ഇൻഫോസിസ് ADRന് 1.25%, വിപ്രോ ADRന് 2.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. 20 ബില്യന്റെ ബോണ്ടിന്റെ വിറ്റഴിക്കൽ നടത്തിയതിനെ തുടർന്ന് ആൽഫബറ്റ് സ്റ്റോക്കില് 2.8% ഇടിവ് നേരിടേണ്ടി വന്നു. തൽഫലമായി ഇന്നലെ കമ്മ്യൂണിക്കേഷൻസ്, സർവീസ് ആൻഡ് ടെക്നോളജി സെക്ടേഴ്സിലുണ്ടായ ഇടിവ് മൂലം US മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി S&P 500ന് 0.36%, നാസ്ഡാക്കിന് 0.58% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 100ലേറെ പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 2.25% നേട്ടത്തോടുകൂടിയും അതേസമയം കൊറിയൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ 0.5% ഉയർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $64.14 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $64.29 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5038.46 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.03 എന്ന നിലയിലും മാക്സ് പെയിൻ 25,900 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെയും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി ലൈക്ക് ക്യാൻഡിൽ
സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. എങ്കിലും ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ഇന്നലെയും തുടരുകയുണ്ടായി. കൂടാതെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി. മാത്രമല്ല കീ മൂവിംഗ് ആവറേജുകൾ അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുകയും ചെയ്തു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 57.51 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ഉണ്ടായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് അതേസമയം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 25,900 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും പ്രീവിയസ് ഡേയുടെ റേഞ്ചിൽ തന്നെ വ്യാപാരം നടത്തിക്കൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടുമാണ് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുകയും ഉണ്ടായത്. മാത്രമല്ല കീ മൂവിംഗ് ആവറേജുകൾക്ക് അവയുടെ പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തുവാനും സാധിച്ചു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 59.74 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് അതേസമയം പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എർത്ത് എനർജി നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സെക്കൻഡ് 533.5 കോടി രൂപയ്ക്ക് അഥവാ 1.92% വരുന്ന സ്റ്റോക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് കമ്പനിയുടെ പ്രൊമോട്ടറായ ഇന്ത്യ ഗവൺമെന്റ് ഫെബ്രുവരി 11-12 അതായത് ഇന്നും നാളെയുമായിട്ട് 254 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ 10.44 കോടി ഇക്വിറ്റി ഷെയറുകൾ വിറ്റഴിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കമ്പനിയുടെ ഇന്തോനേഷ്യൻ അനുബന്ധ സ്ഥാപനം ഇന്തോനേഷ്യയിലുടനീളം വിന്യസിക്കുന്നതിനായി 70,000 യോധ അൾട്ര T7 വാഹനങ്ങൾക്കായുള്ള എക്കാലത്തെയും വലിയ ഓർഡർ നേടിയെടുക്കുകയുണ്ടായി. അയോൺ എക്സ്ചേഞ്ച് ഇന്ത്യ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഒമാനിലെ അയോൺ എക്സ്ചേഞ്ച് ആൻഡ് കമ്പനി LLCക്ക് പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാനിൽ നിന്ന് 1,730 കോടി രൂപയുടെ കരാർ ലഭിക്കുകയുണ്ടായി. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ മുൺക ഫ്രീ പ്ലാസയിലെ പ്രവർത്തനത്തിനും ഉപയോക്തൃ ഫീസ് പിരിക്കുന്നതിനുമായി 64.68 കോടി രൂപയുടെ കരാറിൽ കമ്പനി ഏർപ്പെടുകയുണ്ടായി. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഫെബ്രുവരി 23 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ നിയുക്ത ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ശ്രീ സിദ്ധാർത്ഥ് മുന്ദ്രയെ ബോർഡ് നിയമിക്കുകയുണ്ടായി. ടൈറ്റാൻ കമ്പനി പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 60.8% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 43.3% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഐഷ മോട്ടേഴ്സ് പ്രോഫിറ്റിൽ 21.4% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 23% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. ഗ്രാസിം ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 26.4% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 25.3% ഉയർച്ചയും രേഖപ്പെടുത്തി. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 17.1% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 8.2% വർധനവും രേഖപ്പെടുത്തുകയുമുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.